കാതുകുത്തൽ ഇപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പലതരത്തിലാണ് ഇപ്പോൾ കാതുകുത്തുന്നത്. നമുക്കറിയാം, ഇപ്പം ഞാൻ തന്നെ പല ത്രെഡുകൾ ഇട്ടിട്ടുണ്ട്. ഇതുകൂടാതെ മുകളിലേക്ക് ഇപ്പോൾ കുത്തുന്നു, അകത്ത് കുത്തുന്ന വെറൈറ്റീസ് ഓഫ് ട്രെൻഡാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഈ ട്രെൻഡുകളുടെ പുറകെ പോകുമ്പോൾ ഇതിനോടൊപ്പം ഇരിക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്, ഇത് നമ്മൾ അറിഞ്ഞിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ കാതെന്ന് പറയുന്നത് ഒരു ബിഗ് ഓർഗൻ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ കാതിനെ ഈ ഭംഗിയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് കാർട്ടിലേജ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് സംഭവിക്കുന്നതാണ് പെരികോൺട്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഈ ഭാഗത്ത് ഫാറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കാത് കുത്തുമ്പോൾ തന്നെ വേഗം ഉണങ്ങുന്നു. സാധാരണ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് 6 മാസമൊക്കെ ആകുമ്പോൾ തന്നെ കാത് കുത്താം, ബിക്കോസ് അവർക്ക് TT ഓൾറെഡി എടുത്ത് വാക്സിനേറ്റഡ് ആയതുകൊണ്ട് തന്നെ. ആൻഡ് കാത് കുത്തി കഴിയുമ്പം അത് പെട്ടെന്ന് വിത്തിൻ എ വീക്ക് ഓഫ് ടൈം ഉണങ്ങുകയും ചെയ്യുന്നു. പക്ഷേ മുകളിലോട്ട് കാത് കുത്തുമ്പോഴത്തേക്കും അവിടെയാണ് കാർട്ടിലേജ് ഉള്ളത്. അപ്പോൾ കാർട്ടിലേജിന് ഹീൽ ചെയ്യാനായിട്ട് ഇച്ചിരി സമയം കൂടുതലെടുക്കും. അത് പ്രോപ്പർ സ്റ്റെറൈൽ ടെക്നിക്കൽ അല്ല കുത്തുന്നത്. ഇൻക്രീസ്ഡ് ഇൻസ്റ്റാൻസ് ഓഫ് ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പെരികോൺട്രൈറ്റിസ് ആയി മാറുന്നു. ഈ പെരികോൺട്രൈറ്റിസ് പ്രശ്നം എന്താണ്? ആ ഇൻഫെക്ഷനെ തുടർന്ന് ആ ഒരു ഫുൾ കാർട്ടിലേജ് ഇൻഫ്ലെയിംഡ് ആയി കഴിയുമ്പോഴത്തേക്കും ചിലപ്പം അതിനെ തുടർന്ന് പെരികോൺട്രൈറ്റിസ് വേഴ്സൺസ് ഇൻടു കോളിഫ്ലവർ ഇയർ പോലെ ഡിസ്ഫിഗർമെന്റ് വരാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ആൻഡ് അതർ ഇഷ്യൂസ്, ചില ആൾക്കാർക്ക് ഈ കാത് കുത്തി അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് കീലോയിഡൊക്കെ വരികയും ചെയ്യുന്നു. നമ്മൾ മനസ്സിലാക്കണം, അണ്ടർ സ്റ്റെറൈൽ ടെക്നിക്കൽ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ ലക്ഷണം കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക. ഡിസ്ഫിഗർമെന്റ് വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അത് കോസ്മെറ്റിക് റിലേറ്റഡ് ഇഷ്യൂസിലോട്ട് പോകുന്നു, അധിക ചെലവ് വരുന്നു. അതിനേക്കാൾ ഉപരി നമ്മൾ വേദനയും ബുദ്ധിമുട്ടും സഹിക്കണം. ആൻഡ് കഴിവതും സ്റ്റെറൈൽ ടെക്നിക്കൽ, അതായത് ഇത് ചെയ്യാൻ അറിയുന്ന വ്യക്തമായിട്ടുള്ള ട്രെയിൻഡ് വ്യക്തികളുടെ നേതൃത്വത്തിൽ മാത്രം ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ കാണുകയാണെങ്കിൽ ലോക്കൽ ആൻറ്റിബയോട്ടിക് പുരട്ടുക. പെരികോൺട്രൈറ്റിസ് പോലെ അവിടെ ചുവന്ന് തിളർത്ത് വീർത്ത് വേദന അസഹനീയമായിട്ട് വന്ന ഇൻഫെക്ഷൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ വൈദ്യസഹായം തേടി ആൻറ്റിബയോട്ടിക്സ് എടുക്കുക. ആൻഡ് കഴിവതും ഇടുമ്പോൾ എപ്പോഴും നല്ല നീളമുള്ള തണ്ടുള്ള കമ്മൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് എയർ കയറുകയും ചെയ്യും, മൂവ്മെൻറ്റ് വരികയും ചെയ്യും. ആൻഡ് ലോക്കൽ സൈൻസ് ഓഫ് ഇൻഫെക്ഷൻ കണ്ട് സ്വയം ചികിത്സ ചെയ്ത് അപകടത്തിലേക്ക് പോകാതെ നോക്കുക. ആൻഡ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ കാത് കുത്താമെന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. 6 മാസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും കുത്താം. ആൻഡ് കുത്തുമ്പം എപ്പോഴും ട്രെയിൻ പേഴ്സണെ കൊണ്ട് കുത്തിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം നല്ല നീളമുള്ള തണ്ടുള്ള കമ്മൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. താങ്ക്